ഹായ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതെൻ്റെ 2008 കാലഘട്ടത്തിൽ നടന്ന ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ആഹ്, എ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമൻറ്റ് വന്നിട്ടുണ്ട്. അല്ല, ഇപ്പോഴും ഇങ്ങനെ തന്നെയല്ല. അതിനകത്ത് 2008 തന്നെ ഞാൻ അതിനകത്തുനിന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിയിരുന്നു. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഞാൻ മാറിയെന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, എനിക്ക് 5 മണിക്ക് എഴുന്നേൽക്കാൻ സാധിച്ചില്ല. 2, ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ഒരു ബുക്ക് എനിക്ക് വായിക്കാൻ അല്ലെങ്കിൽ വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില്, രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ്ഫുള്ളി ഞാൻ ചെയ്തു. പക്ഷേ 1, 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പഴയ അതേ അവസ്ഥയിലേക്ക് ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ അതെങ്ങനെ ഓവർകം ചെയ്യാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു അഫർമേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിക്കുകയും ജസ്റ്റ് എല്ലാ ദിവസവും രാത്രിയിൽ ഞാൻ സ്വന്തമായിട്ട് പറയുകയും ചെയ്തു. എനിക്ക് 5 മണിക്ക് എഴുന്നേൽക്കണം, ആ പുസ്തകത്തിലെ 2 പേജുകൾ വായിക്കണം എന്ന് എല്ലാ ദിവസവും പറയാൻ തുടങ്ങി. ആദ്യത്തെ 2, 3 ദിവസം ഇതൊന്നും വർക്കായിട്ടുണ്ടായിരുന്നില്ല. ഗ്രാജ്വലി അത് കണ്ടിന്യൂ ചെയ്തു. ഞാൻ ആ അഫർമേഷൻ കൊടുക്കുന്നത് കണ്ടിന്യൂ ചെയ്തു. കുറേ ടൈം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ കൃത്യസമയത്ത് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റി. ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് വായിക്കുക, പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്തു. രണ്ടാമത്തേത്, മൊബൈൽ ഫോണുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ കുറയ്ക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്, മൊബൈൽ ഫോൺ നേരത്തെ എവിടെയാണോ വെച്ചിരുന്നത് അതേ പൊസിഷനിനകത്ത് ഞാൻ ആ പുസ്തകം കൊണ്ടുവന്നിട്ട് വെച്ചു. അതിനുശേഷം മൊബൈൽ ഫോൺ കുറച്ച് ഡിസ്റ്റൻസിൽ വെച്ചു. നടന്നു പോയി എടുക്കാവുന്ന അത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രാജ്വലി എനിക്ക് ആ സിറ്റുവേഷൻ മറികടക്കാൻ സാധിച്ചു. ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രഗിൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക. അതെനിക്ക് വലിയ സന്തോഷമാണ്. അതുമാത്രമല്ല, ഇന്നലത്തെ വീഡിയോയിൽ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവർക്കെല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്ത ടിപ്പായിട്ട് അടുത്ത ദിവസം. ബൈ.